ദൈവവചനം 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങള്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് നമ്പേഴ്സ് 18, 19 and 20. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18, 19, 20 വാക്യങ്ങള്. 1 Peter chapter 1 verse 18 ഇങ്ങനെ പറയുന്നു: For you know that God paid a ransom to save you from the empty life you inherited from your ancestors. And the ransom he paid was not mere gold or silver. It was the precious blood of Christ, the sinless, spotless Lamb of God. God chose him as your ransom long before the world began, but he has now revealed him to you in these last days. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18, 19, 20 വാക്യങ്ങള് നമ്മൾ വായിച്ച് പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് വ്യർത്ഥവും പിതൃപാരമ്പര്യവും ആയത്. അപ്പം വ്യർത്ഥമായത്, ശൂന്യമായത്, ഒന്നിനും കൊള്ളാത്തത്, ഹല്ലേലൂയ, വെറും കാറ്റത്ത് പറത്തിവിടാൻ പറ്റുന്നത്, ആയിട്ടുള്ളത്, ഹല്ലേലൂയ, അതിൽ നിന്നും, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നും എന്ത് ചെയ്തു കർത്താവ്? നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പം ശൂന്യമായതിൽ നിന്നും, ഹല്ലേലൂയ, നിങ്ങളുടെ അപ്പന്റെ പാരമ്പര്യത്തിൽ നിന്നും, നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ഹല്ലേലൂയ. ശൂന്യമായൊരു ജീവിതത്തിനകത്ത് നമ്മൾ കിടന്നിരുന്നെങ്കിൽ ജീവിതമേ ശൂന്യമായി പോയേനെ, ഒന്നിനും കൊള്ളാത്തതായി പോയേനെ. 2, പാരമ്പര്യത്തില്, അപ്പന്റെയും അമ്മയുടെയും പാരമ്പര്യം, ഏത് പാരമ്പര്യം വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ട്രഡിഷനായിട്ട് ഫോളോ ചെയ്യുന്ന, ചടങ്ങാതെ പഠിച്ചത്, ജഡമായിട്ടുള്ളത്, മനുഷ്യന്റെ ബുദ്ധിയിൽ പറഞ്ഞത്, ഹല്ലേലൂയ, ആത്മാവിന്റെ പ്രേരണ ഇല്ലാത്തതെല്ലാം പാരമ്പര്യമാണ്. പറയുന്നതും എടുക്കുന്നതും ചെയ്തു വന്നത് എല്ലാം, ചെയ്തു വരുന്നതെല്ലാം സകലതും പാരമ്പര്യമാണ്. ഹല്ലേലൂയ. നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ, എൻ്റെ ബുദ്ധിയോ അല്ലെങ്കിൽ എൻ്റെ ചിന്തയോ എൻ്റെ ആത്മാവിനോ ഒന്നും ഒരു യൂസുമില്ല. ആരോ കുറെ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ അതിങ്ങനെ കാണാതെ ഇങ്ങനെ വായിച്ച് വാ തുറന്ന് മെക്കാനിക്കലായിട്ടുള്ള, ശൂന്യമായിട്ടുള്ള, അതിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും പൊന്ന്, വെള്ളി മുതലായ നശ്വരമായ വസ്തുക്കളെ കൊണ്ടല്ല. അപ്പൊ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന എങ്ങനെയാ? വി ഹാവ് ബീൻ റാൻസംഡ് എന്നാ വാക്ക് പറയുന്നത്. വീണ്ടെടുക്കുക എന്ന് വെച്ചാൽ പകരം കൊടുക്കുക, എക്സ്ചേഞ്ച് കൊടുക്കുക. നമ്മളെ ആ ശൂന്യത മാറ്റി നമ്മളെ പുറത്തിറക്കിയത്, പകരം എന്തോ കൊടുക്കേണ്ടി വന്നു. ആ പകരം കൊടുത്തത്, ഹല്ലേലൂയ, വീണ്ടെടുത്തത് വെള്ളിയും പൊന്നും നശിച്ചു പോകുന്ന ഈ ലോകത്ത് കൊണ്ട് തീർന്നു പോകുന്ന കൊണ്ടൊന്നുമല്ല നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന. പക്ഷെയോ എന്തുകൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന? പക്ഷെയോ എന്തുകൊണ്ട്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മളെ പാരമ്പര്യത്തിൽ നിന്നും ശൂന്യതയിൽ നിന്നും ദൈവം. അപ്പൊ നമ്മൾ കിടന്ന സ്ഥലം നല്ലതൊന്നും അല്ലായിരുന്നു. ആരും പറയണ്ട, ഓ പഴയതിനകത്ത് എങ്ങാനും നിന്നാ മതിയായിരുന്നു, പഴയത് നിന്നിരുന്നെങ്കിൽ ഇതിലും നല്ലായിരുന്നു, കുറെ ആൾക്കാരെങ്കിലും വെറുതെ, ഒരു യൂസുമില്ല. അല്ലേ? ഈ ലോകത്ത് വെച്ച് അവസാനിച്ചു പോകുന്ന പാരമ്പര്യത്തിനകത്താ കിടന്നത്. ഈ ലോകത്ത് വെച്ച് തീർന്നു പോകുന്ന ശൂന്യതയ്ക്കകത്താ കിടന്നത്. ചിലപ്പം കുറെ ബന്ധുക്കാരുണ്ടായിരുന്നായിരിക്കാം. ചിലപ്പോ ഒരുപക്ഷെ കുറെ പണമോ കുറെ സ്വത്തോ കുറെ പേരോ ഒക്കെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ഇന്ന് നിത്യതയുണ്ട്. അന്ന് ഇതൊന്നുമില്ലായിരുന്നു. ശൂന്യമെന്നും പാരമ്പര്യമെന്നാ വചനം പറയുന്നത്. കൊണ്ടെന്ന് ഇന്ന് നമുക്ക് എന്തൊക്കെയുണ്ട്. ഇന്ന് നമുക്കുള്ളത് നിത്യജീവന്. ഈ ലോകത്ത് വെച്ച് നശിച്ചു പോകുന്നതല്ല, പക്ഷെ നിത്യതയോളം നമ്മളെ എത്തിക്കുന്ന നന്മ നമ്മളുടെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു പകരം. ഹല്ലേലൂയ. നമുക്ക് നിത്യജീവൻ തന്നു പകരം. ഹല്ലേലൂയ. ശൂന്യതയ്ക്ക് പകരം നിത്യജീവൻ തന്നു പകരം. ഹല്ലേലൂയ. ശൂന്യതയ്ക്ക് പകരം നിത്യജീവൻ. ഹല്ലേലൂയ. ആ പാരമ്പര്യത്തിന് പകരം നമ്മളെ ദൈവത്തിന്റെ ഭവനക്കാരനും ഭവനക്കാരിയും ആക്കി വെച്ചിരിക്കുക. ഇത് നമുക്ക് കർത്താവ് നേടിത്തന്നത് നമ്മൾ എവിടോ ഡൊണേഷൻ കൊടുത്തിട്ടല്ല,
നമ്മൾ എവിടോ പേര് ചെന്ന് രജിസ്റ്റർ, എവിടോ ആർക്കോ വാക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ആരോ നമുക്ക് വാക്ക് തന്നത് കൊണ്ടല്ല, ഒരു മനുഷ്യനെയോ സംഘടനയോ ഒന്നും നോക്കിയിട്ടല്ല. പക്ഷെ ഇത് ക്രിസ്തുവിന്റെ പുണ്യാക രക്തമാ നമുക്കിത് തന്നത്. ഹാലലൂയ്യ. ഇതിന് പകരം നമ്മുടെ ശൂന്യതയ്ക്കകത്തുനിന്നും പാരമ്പര്യത്തിനകത്തുനിന്നും നമ്മളെ പുറത്തിറക്കാൻ വേണ്ടി കർത്താവിന്റെ സത്യവചനം നമുക്ക് തന്ന്, യേശു കർത്താവിന്റെ പുണ്യാക രക്തം നമ്മളെ തേടി വന്ന് നമ്മൾ കിടന്നിടത്തുനിന്ന് നമ്മളെ വലിച്ച് പുറത്തിറക്കി കൊണ്ടുവന്നു. എന്നിട്ട് വായിച്ച്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ, 20-ാം വാക്യം, ലോകത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. ആമേൻ, സ്തോത്രം. ആരെ കുറിച്ചാ? യേശുവിനെ കുറിച്ചാ പറയുന്നത്. നമുക്ക് പകരക്കാരനെ, നമ്മളൊരു കടയിൽ പോയാൽ നമുക്ക് 10 രൂപ കൊടുത്ത് എന്തെങ്കിലും മേടിക്കാം, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്നാല് നമുക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ ആ കുറേ ചാക്ക് കെട്ടിന് പൈസയൊക്കെ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനകത്ത് കിട്ടുന്ന ഉള്ള പൈസ മൊത്തം കൊടുത്ത് പകരം നമുക്ക് എന്തെങ്കിലും മേടിക്കാം. പക്ഷേ സാൽവേഷൻ പണം കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. രക്ഷ എന്ന് പറയുന്നത് പണം കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. ഇന്ന് ലോകത്തില് വില ഇടാൻ പറ്റാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ആത്മാവിനെ പാപത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. എത്ര ഡൊണേഷൻ കൊടുത്താലും, എത്ര ദശാംശം കൊടുത്താലും, ആർക്ക് എത്ര കൈമണി കൊടുത്താലും, ഹല്ലേലൂയ, ഒന്നും എത്ര റെക്കമെൻഡേഷൻ ചെയ്താലും നമുക്ക് പകരം കിട്ടാൻ പറ്റാത്തതാ നമ്മളുടെ പാപമോചനം. ഹല്ലേലൂയ. ആത്മാവിന്റെ വലിയ രക്ഷ. ഇത് ഒറ്റയൊരു മാർഗമേ ഉള്ളൂ. യേശുവിൽ വിശ്വസിച്ച് പകരം ജീവൻ കൊടുത്തേ പറ്റൂ. നമ്മൾ മരിക്കേണ്ടവരായിരുന്നു. യേശു കർത്താവ് തൻ്റെ ജീവൻ നൽകി, തൻ്റെ രക്തം നൽകി നമ്മളെ വീണ്ടെടുത്ത് പാപമില്ലാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി ഇന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ആത്മോചനം. എല്ലാ ജാതികളിലും എല്ലാ മതങ്ങളിലും മോക്ഷത്തിന് വേണ്ടി പലതും ചെയ്യും. ഹല്ലേലൂയ. ഉപവാസം ഇരിക്കും, കാശിയിൽ പോകും, വെള്ളം ഒഴുക്കും, മൃഗത്തിനെ വെട്ടും, മല കയറും, തിരികൊളുത്തും, പല കാര്യങ്ങളും ചെയ്യും മോക്ഷം കിട്ടാൻ. പക്ഷെ സ്വസ്ഥതയും കിട്ടില്ല, മോക്ഷം കിട്ടാൻ. പക്ഷെ സ്വസ്ഥതയും കിട്ടില്ല, മോക്ഷവും കിട്ടത്തില്ല. അത് കുറച്ചു നാൾ കഴിയുമ്പം അതിന്റെ ഇഫക്റ്റ് അങ്ങ് പോകും. പക്ഷെ എന്നേക്കുമായി എൻ്റെ ആത്മാവിന് സ്വസ്ഥത തരുന്നേ, എൻ്റെ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് കുറ്റമില്ലാത്തതായി നീതീകരിച്ച് വീണ്ടും ജനിപ്പിച്ച് സന്നിധിയിൽ നിർത്തുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, യേശു കുഞ്ഞാടിന്റെ രക്തം. ഹല്ലേലൂയ. വിലയേറിയതും പുണ്യാകവുമായ നല്ല ക്രിസ്തുവിന്റെ രക്തം. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹെബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 1. Therefore, since we are surrounded by such a huge crowd of witnesses to the life of faith, let us strip off every weight that slows us down, especially the sin that so easily trips us up, and let us run with endurance the race God has set before us. 1 Hebrews. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളൊരു സാക്ഷികളുടെ കൂട്ടത്തിനകത്തോട്ട് നമ്മൾ കയറുക. ഹല്ലേലൂയ. നമ്മളത് ചിലപ്പം കണ്ണിന് നമ്മുടെ ജഡത്തിലേക്കാനും പറ്റില്ല. കുറെ ആൾക്കാർ, ഒരു കൂട്ടം ഒരു സഭയ്ക്കകത്തുള്ള ഒരു ആൾക്കാര്, അവര് എല്ലാവരും എന്ന് ഒന്നുമില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവ് ചോദിക്കത്തില്ല, നിങ്ങൾ ഇന്ന ദൈവദാസന്റെ ഇന്ന സഭയിൽ പോയാണോ നിങ്ങൾ ആരാധിച്ചത്, എന്നാലേ നിങ്ങൾ സ്വർഗത്തിലോട്ട് കയറാവൂ എന്നത് കർത്താവ് ഒന്നും പറയത്തില്ല. നമ്മൾ ചെയ്യുന്ന, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോ, ജലത്താൽ മൊത്തം പൂർണ്ണ സ്നാനപ്പെടുമ്പോ നമ്മൾ വിശ്വാസി സമൂഹത്തിനോട് ചേരുക. എന്ന് പറഞ്ഞാൽ കർത്താവ് വീണ്ടും വരും, എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ മധ്യാകാശത്ത് വരും. ഇനിയും കർത്താവ് രണ്ടാമത് വരുന്ന ഈ ലോകത്തിനെ വിധിക്കാൻ വേണ്ടിയാ വരുന്നത്. യേശു രാജാതി രാജാവാണ്. യേശുവിന്റെ കൂടെ ഞാൻ വസിക്കും. ഇതൊക്കെ നാം വിശ്വസിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത് മൊത്തം
രക്തം കിടക്കുന്ന ഇതേപോലെ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ രണ്ടാം വരവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഇവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസി സമൂഹത്തിന്റെ കൂടെ നമ്മൾ കൂടുന്നത്. ഹല്ലിയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണ സ്നാനം ഏറ്റ് നമ്മൾ വീണ്ടും ജനിച്ചപ്പോ, ഹല്ലേലൂയ, ഒരിക്കലും നമ്മൾ എന്നാൽ ആ സ്നാനപ്പെടുന്ന പാസ്റ്ററിന്റെ സഭയുടെ ഇനി അതാണ് അതിന്റെ അംഗമായി ഇനി ഈ സഭയിൽ കൂടെ മാത്രമേ എനിക്ക് സ്വർഗത്തിലോട് ഡയറക്റ്റ് എൻട്രി ഉള്ളൂ, ഇനി ഈ സഭയിൽ കൂടെ മാത്രമേ എനിക്ക് സ്വർഗത്തിലോട് ഡയറക്റ്റ് എൻട്രി ഉള്ളൂ. ഇല്ല, നമ്മള് ക്രിസ്തുവിനെ വിശ്വസിച്ച് ഏതെങ്കിലും ഒരു ദൈവദാസന്റെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താന്. രണ്ട്, നമ്മൾ ക്രിസ്തുവിനാട്ടി സഭയുണ്ട്, വിശ്വാസിയുടെ സഭ അത് ഈ ലോകത്തിന്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വ്യാപരിച്ചു കിടക്കുക. ഈ ഒരു സമൂഹത്തിന്റെ കൂടെ നമ്മൾ ചേരുക. ഹല്ലിയ. നമ്മുടെ വിശ്വാസി സമൂഹമല്ല, ലോകത്ത് എവിടെ ചെന്നാലും ക്രിസ്തുവിന്റെ രണ്ടാം വരവ്, ജലസ്നാനം, പാപമോചനം, ഇതിലൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു സഭയുണ്ട്, ഒരു സമൂഹമുണ്ട്. കർത്താവിന് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു സഭ, ഒരു സമൂഹം. ഹല്ലിയ. ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ക്രിസ്തു പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ഒരു മണവാട്ടി സഭയുണ്ട്. കറയും ചുളുക്കവും സൂക്ഷിക്കുന്ന ഒരു വിശ്വാസി സമൂഹമുണ്ട്. ഈ വിശ്വാസി സമൂഹത്തിന്റെ, ഈ വിശ്വാസി മണവാട്ടിയുടെ കൂടെ അല്ലെങ്കിൽ മണവാട്ടി സഭയുടെ കൂടെ ചേരുന്ന ഒരു കൂട്ടരെ കുറിച്ചാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം 12:1 പറയുന്നു, ഇങ്ങനെ ഒരു വിശ്വാസി സമൂഹം നമ്മുടെ ചുറ്റിനും നിൽക്കുന്നതുണ്ട്. വിശ്വാസത്തിന്റെ ജീവിതം ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സമൂഹം. എത്ര പ്രതികൂലം വന്നാലും ഇല്ല, ക്രിസ്തു എനിക്ക് പാറയാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വിശ്വാസി സമൂഹം. ഹല്ലേലൂയ. ഈ വിശ്വാസി സമൂഹം നമ്മുടെ ചുറ്റിനും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, വചനം നമ്മളെ നിർബന്ധിക്കുക. യേശു കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വീണ്ടും ജനിച്ചത് കൊണ്ട്, ഹല്ലേലൂയ. കണ്ടോ, യേശുവിന്റെ രക്തത്തിൽ മുങ്ങിപ്പൊങ്ങി വീണ്ടും ജനിച്ച് വിശ്വാസി സമൂഹത്തിന്റെ അംഗമായത് കൊണ്ട്, ഹല്ലേലൂയ, നമ്മളെ പിടിച്ചു പറ്റുന്ന, നമ്മളുടെ ഓളെ ക്ഷീണിപ്പിച്ച് കളയുന്ന, തളർത്തി കളയുന്ന, ലോകത്തിന്റെ ചിന്തകളും കൊണ്ട് ഭാരമിടുന്ന ഈ പാപത്തിന്റെ സകല നുകത്തിനെ വലിച്ചെറിഞ്ഞേച്ച്, ഹല്ലേലൂയ, മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ വേണ്ടി കർത്താവിന്റെ വചനം നമ്മളെ നിർബന്ധിക്കുക. ഹല്ലേലൂയ. എങ്ങനെയാ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം ഓടേണ്ടത്? ഹല്ലേലൂയ. റൺ വിത്ത് എൻഡ്യൂറൻസ്, സഹിഷ്ണുതയോടെ ഈ ഓട്ടം ഓടാൻ. ഹല്ലേലൂയ. മനുഷ്യര് ചുറ്റിനും പലതും പറയും. ചിലപ്പോ ഒരു ദിവസം വിശ്വാസി സമൂഹത്തിൽ നിൽക്കുന്ന ചിലവര് കാണും, നോക്കി ഒന്ന് ചിരിക്കത്തില്ല. വസ്ത്രം കറയും ചുളുക്കവും വാട്ടവും ഇല്ലാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളുടെയാ. അങ്ങോട്ട് മാറി ചെന്നിട്ട്, കണ്ടില്ലേ, ഞാൻ ഇന്ന് സഭയിൽ ചെന്നിട്ട് അവരെന്നെ നോക്കി ചിരിച്ചില്ല, ഒരു അല്ലേലും അതെ, കൈ തന്നില്ല, ചിരിച്ചുമില്ല, നോക്കിയുമില്ല, ഒന്ന് എങ്ങനെയുണ്ടെന്ന് പോലും ഒന്ന് ചോദിച്ചില്ല, ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്ന് പോലും ചോദിച്ചില്ല. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പറഞ്ഞാൽ അവനോന് പോയി. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വിശ്വാസി സമൂഹത്തിന്റെ അംഗമായി കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റാതെ കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കി ഓടാന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ നിർബന്ധിക്കുന്നത്. നമ്മുടെ ചുറ്റിനും മണവാട്ടി വസ്ത്രം ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഈയിടെ നമ്മുടെ ജാൻസിയുടെ മോളുടെ കല്യാണമായിരുന്നു അല്ലേ? അവളുടെ വസ്ത്രം കണ്ടായിരുന്നോ? അവൾക്ക് അതും കൊണ്ട് പെട്ടെന്ന് ഓടാൻ പറ്റുമോ? ഓടണമെങ്കിൽ ഒറ്റ കാര്യം അവൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവളുടെ വസ്ത്രം പൊക്കിയിട്ട് അവൾക്ക് ഓടണം. ഹല്ലേലൂയ. അവളുടെ വസ്ത്രവും അവൾ ഇട്ടിരിക്കുന്നതും ഒക്കെ അവളെ തടയും. ചുറ്റിനും പാറയും കഷ്ണവും കല്ലിയുടെ വിവാഹ വസ്ത്രം പൊക്കി പിടിച്ചിട്ട് അവൾ ഓട്ടമോടും. അല്ലേ? ഇന്ന് കർത്താവിന്റെ വചനം നമ്മളോട് പറയാ, വിവാഹ വസ്ത്രം, മണവാട്ടി സഭയാ നമ്മള്. കർത്താവിനെ കാത്തു നിൽക്കുക. ഈ മണവാട്ടി സഭയ്ക്ക് ഓട്ടം ഓടണമെങ്കിൽ മുന്നിൽ കിടക്കുന്ന കല്ലും അതും ഇതും കണ്ടാൽ ഓടാൻ പറ്റത്തില്ല. എങ്ങനെ മണവാട്ടി മണവാളന്റെ മുഖത്ത് നോക്കി ആഗ്രഹത്തോടെ
വിശ്വാസത്തോടെ ഓടുന്നു, അതേപോലെ മണവാളനായ ക്രിസ്തുവിന്റെ കണ്ണിലേക്ക് നോക്കി ലക്ഷ്യം വെച്ച് ഓടാൻ കർത്താവ് നമ്മളെ നിർബന്ധിക്കുന്നു. മുറുകെ പറ്റുന്ന ഒരു പാപമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വെള്ള വസ്ത്രത്തിൽ ഒരു തുള്ളി ആരെങ്കിലും അടുത്തു നിന്നൊന്ന് പോയാൽ മതി, ഒരു സൈക്കിള് ചവിന്ന് നമ്മുടെ വസ്ത്രത്തെ വീഴാൻ സാധ്യതയുണ്ട്. ഒരു വെളുത്ത വസ്ത്രം ഇട്ടാൽ നമുക്കറിയാം എത്ര പ്രയാസമാ. അന്നത്തെ ദിവസം ഒന്നും അതിൽ വീഴാതെയൊക്കെ നമ്മൾ എന്തുമാത്രം സൂക്ഷിക്കും. അടുത്ത് നിന്നൊരാൾ ചായ കുടിച്ചിട്ടൊന്ന് തുമ്മിയാ മതി, ആ തുമ്മല് വന്ന് വീണ ചായ തുമ്മല് വന്ന് വീണാ മതി, ഉടുപ്പേൽ കറ പറ്റും. തിരുവചനം പറയുന്നു വീണാ മതി, ഉടുപ്പേൽ കറ പറ്റും. തിരുവചനം പറയുന്നു നമ്മൾ എത്രയധികം നമ്മളുടെ ഈ വസ്ത്രം സൂക്ഷിച്ച് ഹല്ലിയ നമ്മൾ പ്രത്യാശ നഷ്ടപ്പെടാതെ ഹല്ലുയ വിത്ത് എൻഡ്യൂറൻസ് ഹല്ലുയ, ഒരു ആത്ലീറ്റ് എത്ര സ്റ്റാമിനയോടെ ഓടുന്നു, വെള്ളവും കുടിച്ച് ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ഓടുന്നു, അതേപോലെ ഓടാനാ കർത്താവിന്റെ വചനം നമ്മളെ നിർബന്ധിക്കുന്നേ. രാവിലെ വലിയ ഉന്മേഷം വചനം കേൾക്കുമ്പോ ഉച്ചയാകുമ്പോഴത്തേക്ക് വാടിത്തളർന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോയി, ഇനി അടുത്ത ദിവസം രാവിലെ വചനം കേട്ടാലേ എഴുന്നേൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഹല്ലേലൂയ, അത് നടക്കത്തില്ല. തിരുവചനം പറയുന്നു മുറുകെ പറ്റുന്ന പാപത്തിനെ കൊടഞ്ഞു കളഞ്ഞേച്ച് ലക്ഷ്യം മുന്നിൽ വെച്ചിട്ട് ഓടാനാ കർത്താവിന്റെ വചനം നമ്മളെ നിർബന്ധിക്കുന്നേ. ഹല്ലേലൂയ, ഇന്ന് ഓട്ടമോടി തികയ്ക്കണം. ഒന്ന് പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 1 നമ്മളെ നിർബന്ധിക്കുക. സോ ഗെറ്റ് റിഡ് ഓഫ് ഓൾ ഈവിൽ ബിഹേവിയർ, hypocrisy, jealousy and all unkind speech. Hallelujah. First Peter chapter 2 verse number 1, ഒന്നാം വാക്യം. സകല, ചെറിയതല്ല, സകല 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 ദുഷ്ടതയും, എല്ലാ ചതിവും കാപട്യവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഓ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ, ഇപ്പം ജനിച്ച് കുഞ്ഞുവാവയ്ക്ക് എന്തെങ്കിലും അറിയാം, ചിരിച്ചാൽ അതും ചിരിക്കും അല്ലേ, നോക്കിയാൽ അതും നോക്കും, തലകുലിക്കുക അതും തലകുലുക്കും, ഒന്നുമില്ല, നിഷ്കളങ്കമാ. അതിനകത്ത് പാപത്തിന്റെ ഒരു തരി പോലുമില്ല, ഒരു മണം പോലുമില്ല പാപത്തിന്റെ. ഇപ്പം ജനിച്ച ശിശുവിനെ പോലെ crave pure spiritual milk so that you will grow into a full experience of salvation. നിങ്ങൾ ആ രക്ഷ കണ്ടോ, ആത്മാവിന്റെ രക്ഷ നമുക്ക് നൽകുന്ന പൂർണ്ണമായ ഒരു എക്സ്പീരിയൻസ്. ഒരാൾ കാപ്പി കുടിച്ചിട്ട് എന്നോട് പറയാം, ആ കാപ്പിക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ത് ടേസ്റ്റ് ആണെന്ന്. എന്നോട് പറയാ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതെന്ന് പറഞ്ഞ് ഞാനും അത് ചെന്ന് കുടിക്കുമ്പോഴേ എനിക്ക് ആ കാപ്പിയുടെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. ഒരാൾ രക്ഷപ്പെട്ടാൽ അടുത്തൊരാളെ നിർബന്ധിച്ച് ആ ആള് രക്ഷയുടെ പൂർണ്ണ അറിവിലേക്ക് വരുമ്പോഴാണ് അതിന്റെ സുഖം മനസ്സിലാവുന്നത്. നമ്മൾ തുറന്നു ചെന്ന് പറഞ്ഞ്, ദേ ഞാൻ ഇന്നലെ വരെയല്ല, ഇന്ന് ഞാൻ ക്രിസ്തുവിൻ്റെതാ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നു, ഞാൻ ഇന്ന് ക്രിസ്തുവിൻ്റെതാ, നീയും ഈ വലിയ രക്ഷ അനുഭവിക്കണം. എൻ്റെ ആത്മാവ് സ്വാതന്ത്ര്യമുള്ളതായി, എൻ്റെ ഉള്ളം സ്വാതന്ത്ര്യമുള്ളതായി, ഇപ്പം ഞാൻ 150 കിലോ ഭാരം തൂക്കിക്കൊണ്ട് രക്ഷ വേണം എന്ന് പറഞ്ഞല്ല നടക്കുന്നേ. പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നിങ്ങളുടെ സകല ദുഷ്ടതയും കള്ളത്തിലും നുണയും കുറ്റം പറച്ചിലും, അവരവിടെ ചാടി ഇവരിവിടെ ഇങ്ങനെ ചെയ്തു, മനുഷ്യരെ കുറിച്ച് സംസാരിച്ച മനുഷ്യരെ പോലെ ആകത്തുള്ളൂ. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, അഴുക്ക് സ്വഭാവങ്ങളും എല്ലാം സകലതും ഉപേക്ഷിച്ചിട്ട്, നിലവിളിക്കവങ്ങളും എല്ലാം സകലതും ഉപേക്ഷിച്ചിട്ട് നിലവിളിക്കാൻ പറയുക, കരയുവാൻ പറയുക. എന്തിനു വേണ്ടിയാ കരയേണ്ടത്? ആ ശുദ്ധമായ വചനമായ പാല്. ഹല്ലേലൂയ. കറയും ചുളുക്കവും വാട്ടവും ഇല്ലാതെ നമ്മൾ ഓട്ടം ഓടണമെങ്കിൽ നമുക്ക് അതിന് വേണ്ട രക്ഷ കിട്ടണം. ഹല്ലേലൂയ. ആ രക്ഷ നമ്മളെ നിർബന്ധിക്കുക. ഹല്ലേലൂയ. രക്ഷയുടെ വചനം കേൾക്കാൻ നമ്മളെ നിർബന്ധിക്കുക. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തിട്ട്. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ രക്ഷ വലിയതാ. അത് നിലനിൽക്കേണ്ടത് നമ്മൾ ക്രിസ്തുവിന്റെ വിശ്വാസി സമൂഹത്തിനോടൊപ്പം കൂടിയാല അത് നിലനിൽക്കുന്നത്. ലോകത്തിന്റെ ഭാഗമായി നമ്മൾ കിടന്നാൽ ലോകമായി തീരും. പക്ഷെ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ തീർന്ന് ക്രിസ്തുവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരായി തീർന്നാൽ ഹല്ലേലൂയ, കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകും, നമ്മൾ ചേർക്കപ്പെടും, ക്രിസ്തുവിനോടൊപ്പം നമുക്ക് വസിക്കാൻ പറ്റും. കർത്താവ് സഹായിക്കട്ടെ. ആത്മാവിന്റെ രക്ഷ വലിയതാ, ഓടുവാൻ കർത്താവ് നിർബന്ധിക്കുന്നു.
കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.